KSRTCയിൽ CMD പല ഉത്തരവുകളും പുറപ്പെടുവിക്കുന്നുണ്ട്. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴായിട്ട് പറയാറുണ്ട്, CMD അവിടെ ഇരുന്നു കൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. KSRTCയിൽ നടപ്പ് തോന്നിവാസമായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട CMD പ്രമോദ് ശങ്കർ അറിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ത്രിയാണെങ്കിലും അങ്ങനെ കേട്ടോ, മന്ത്രി ചില പ്രസ്താവനകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആൾക്കാർ അവർക്ക് ഇതൊക്കെ ഇപ്പൊ നടപ്പിലാക്കിയിട്ടു KSRTC ചട്ടപ്പടി മാത്രമേ പോകുള്ളൂ എന്ന് ചില ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യമുണ്ട്. അതിലൊരാളാണ് എറണാകുളം സോണൽ ഓഫീസർ ശ്രീ ഉബൈദ്. ഏതായാലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉത്തരവ് സംബന്ധിച്ചുള്ളൊരു കാര്യം ഞാൻ പരമപ്രധാനമായി നിങ്ങളോട് പറയാം. അതായത് കണ്ടക്ടറുടെ അഭാവത്തിൽ ബസ് സ്റ്റാൻഡിൽ പഠിപ്പിക്കുമ്പോൾ ധാരാളം അപകടം വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. സർവീസ് നടത്തുന്ന വേളയിൽ ബസ് സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഡിപ്പോ പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ബസ് എടുക്കുന്ന അവസരങ്ങളിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കണ്ടക്ടർമാർ നിർബന്ധമായും ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി പുറകിലുള്ള ആളുകളെ വസ്തുക്കളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത്, ഡ്രൈവർക്ക് കൃത്യമായി സിഗ്നൽ നൽകേണ്ടതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ്. ബസ്സിൽ നിന്നും കണ്ടക്ടർ ഇറങ്ങി ഈ റെയിൽവേ ക്രോസിംഗ് ആളില്ലാത്തടത്ത് പോലും കണ്ടക്ടർ ഇറങ്ങി പരിശോധിക്കണം എന്നൊക്കെ ഉള്ളൊരു സാധനമാണ്. ഏതായാലും ഈ ഉത്തരവ് എറണാകുളം ഡിപ്പോയിൽ പ്രാവർത്തികമാക്കുന്നില്ല. എറണാകുളം ഡിപ്പോയുടെ ചുമതലയുള്ള ATO അതോടൊപ്പം തന്നെ സോണൽ ഓഫീസറുമായിരിക്കുന്ന ശ്രീ ഉബൈദിന് ഈ KSRTC CMDയുടെ ഉത്തരവിന്റെ ഒക്കെ പുല്ല് വിലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഉത്തരവ് വന്നിട്ടും തേവര ഡിപ്പോയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് എറണാകുളം ഡിപ്പോ സ്ഥിതി ചെയ്യുന്നത്. AC ലോ ഫ്ലോർ ബസ്സുകൾ KURTCയുടെ ആസ്ഥാനമായിരുന്ന തേവര ഡിപ്പോയിലാണ് കിടക്കുന്നത്. ഡ്രൈവർ തനിയെ പോയാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇപ്പോഴും സർവീസ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല KSRTC CMD ഈ ഉത്തരവ് ഇറക്കി എന്തിനാണ് ഇങ്ങനെ എളുപ്പനാകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളിങ്ങനെ സോണൽ ഞാനിങ്ങനെ ഉത്തരവ് ഇറക്കിക്കോട്ടെ, എന്നെ ഇങ്ങനെ നാണം കെടുത്തിട്ട്. കാരണം പണ്ടൊക്കെ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ട് നടപ്പിലാകുന്നില്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആളില്ലായിരുന്നു. ഇപ്പൊ ഏതൊക്കെയായാലും നമ്മൾ ഇവിടെ വെൽഫെയർ അസോസിയേഷൻ ഒരു സൈഡിലുണ്ട് ഇത് ഓർമ്മിപ്പിക്കുവാനും ചോദ്യം ചെയ്യുവാനും. ഇതേ സ്ഥിതിവിശേഷം തന്നെ കോഴിക്കോട് പാവങ്ങാടും ഉണ്ട്. ഈ പാവങ്ങാട്ടേക്ക് ഡ്രൈവർ തന്നെ വണ്ടി കൊണ്ട് പോകുന്നു, അപ്പൊ തിരിച്ച് വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ നമുക്കിത് കണ്ടക്ടർ കൂട്ടത്തിൽ വരണം എന്നുള്ള നിർബന്ധമല്ല. ഇത്തരം സാഹചര്യത്തിൽ ഒരു അപകടമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഈ ഉത്തരവ് നടപ്പിലാക്കാത്ത ഡിപ്പോ അധികാരിക്കായിരിക്കും. കുറഞ്ഞ പക്ഷം അങ്ങനെയെങ്കിലും പറയാനുള്ള ഒരു തന്റെ ഇടം KSRTC CMD കാണിക്കണം. ഇനി ഉബൈദിനെ പോലെ രാഷ്ട്രീയമായ ഭരണകക്ഷി രാഷ്ട്രീയത്തിലെ അസാമാന്യ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ നിയന്ത്രിക്കാൻ ചിലപ്പോൾ KSRTC CMDക്ക് കഴിവില്ലായിരിക്കാം. കഴിവുണ്ടെങ്കിൽ ഇപ്പൊ ഉബൈദ് ഇത് ചെയ്താലല്ലോ. അപ്പൊ അതുകൊണ്ട് MD അവഹേളിക്കാൻ പറഞ്ഞതല്ല. MDക്ക് കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ ഉബൈദ് ഇപ്പോഴും തന്റെ അടുത്തോടുകൂടി ചെയ്യുന്നത്. ഉള്ള ഷണ്ടിങ് ഡ്യൂട്ടിയും കൂടി നിർത്തലാക്കിക്കൊണ്ടാണ് ഉബൈദ് ഈ കളി കളിക്കുന്നത്. ഇപ്പൊ ചോദിക്കുക, ഷണ്ടിങ് ഡ്രൈവർ തന്നെയല്ലേ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരാം. ഷണ്ടിങ് ഡ്രൈവർ അദ്ദേഹത്തിന്റെ ജോലി നിർവഹിക്കുന്നത് രാത്രി കാലങ്ങളിൽ മാത്രമാണ്. ഈ തേവരയിൽ നിന്ന് എറണാകുളത്തേക്ക് വണ്ടി കൊണ്ടുവരുന്നത്. അവിടെ സർവീസ് പോകാനുള്ള സമയത്തിന്റെ തിടുക്കം അദ്ദേഹത്തിനില്ല. രാത്രി കാലങ്ങളിൽ ഈ പറയുന്ന തിരക്കുകൾ എറണാകുളത്ത് ടൗണിലില്ല. അതുകൊണ്ട് തന്നെ ഷണ്ടിങ് ഡ്രൈവർ ഒറ്റയ്ക്ക് ഈ വണ്ടി കൊണ്ടുപോകുന്നത് പോലെ സർവീസിനായി കടന്നു വരികയും രാവിലെ എറണാകുളത്ത് വന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് വണ്ടി എടുക്കുവാൻ വേണ്ടി തേവരയിൽ പോയി ഡ്യൂട്ടി പോകുവാൻ സമയക്ലിപ്തത പാലിക്കുവാൻ വേണ്ടി തിരക്കിട്ട് വരികയും ആ തിരക്കേറിയ സമയത്ത് മറ്റു വാഹനങ്ങളുടെ ആധിക്യം റോഡിൽ കൂടുതലുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആൾക്കാർ പറയും കാറ്റഗറിസം പറഞ്ഞതാന്ന് പറയും. കാറ്റഗറിസം അല്ല, ഇതാണ് വാസ്തവം. അപ്പം ഉബൈദ് നിലവിൽ ചെയ്തത് എന്താണ്? ഉബൈദ് തന്നെ സോണൽ ഓഫീസർ എന്നുള്ളത് എറണാകുളം യൂണിറ്റ് ഓഫീസർ എന്നുള്ള അധികാരം ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡിംഗ് ഡ്യൂട്ടി കൂടി വെട്ടിക്കുറച്ചു. ഏതായാലും ഞാനിത് പറയാൻ വന്നത്, അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അപകടമുണ്ടായാൽ ഈ തീരുമാനത്തെ നടപ്പിലാക്കാത്ത സോണൽ ഓഫീസർ അല്ലെങ്കിൽ എറണാകുളം യൂണിറ്റ് ഓഫീസർ ആയിരിക്കും ഈ അപകടത്തിന് ഉത്തരവാദി എന്നുള്ള വിവരം ബഹുമാനപ്പെട്ട CMD ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങേക്ക് ഈ രാഷ്ട്രീയ സ്വാധീനം ഉന്നതവുമുള്ള ഉബൈദിനെ പോലുള്ള ആളുകളെ കൊണ്ട് ഈ നടപ്പിലാക്കുവാൻ കഴിയില്ല എങ്കിൽ ഇത്തരം ഉത്തരവിറക്കരുത് എന്നാണ് CMDയോടും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ, ഈ ഉത്തരവിറക്കിയിരിക്കുന്ന CMDക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷനാണ്. അപ്പം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷനോടും എനിക്ക് പറയാനുള്ളത്, ഉബൈദിനെ പോലെയുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള അധികാരി, അതുകൊണ്ടാണല്ലോ ഒരുപാട് DTOമാരുണ്ടായിട്ടും ATO ആയിട്ടുള്ള ഒരാളെ സോണൽ ഓഫീസറായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഏതായാലും ED ഓപ്പറേഷൻ നോക്കിയാൽ ഉബൈദ് കീഴടങ്ങുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ MDയുടെ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഇത്തരം ഓർഡറുകൾ ഇറക്കി എളിപ്പരാകാതിരിക്കുക. പക്ഷേ നടപ്പിലാക്കുവാൻ ഉറപ്പുള്ള ഓർഡറുകൾ മാത്രമേ നിങ്ങൾ ഇറക്കാവൂ. ഇറക്കുന്ന ഉത്തരവുകൾ ഡിപ്പോ തലത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും കൂടി പരിശോധിക്കണമെന്നാണ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുവാനുള്ളത്. നന്ദി. Thank you.